എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ചെയ്യാം. ഗോതമ്പ് പുട്ടാണ് ഞാനിന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗോതമ്പ് പുട്ടെന്ന് പറയുമ്പം എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അരിപ്പുട്ടായാലും ശരി, പുട്ട് അത്ര ഫേവറേറ്റ് സാധനം അല്ല പല വീടുകളിലും. പക്ഷേ എങ്കിലും ശരി, നമ്മൾ ആഴ്ച ഒരു ദിവസമൊക്കെ പുട്ടുണ്ടാക്കാറുണ്ട്, എല്ലാവർക്കും കൊടുക്കാറുമുണ്ട്. ഇടയ്ക്കൊക്കെ ഗോതമ്പ് പുട്ടും ഉണ്ടാക്കാറുണ്ട്. പ്രത്യേകിച്ച് ഡിന്നറിനൊക്കെ നമ്മൾ ഗോതമ്പ് പുട്ട് പ്രിഫർ ചെയ്യാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഗോതമ്പ് പുട്ട് കുറച്ചുകൂടി സ്വാദിഷ്ടമാക്കി മാറ്റാൻ പറ്റുന്നതെന്നുള്ളതാണ് ഞാനിന്ന് ഈ റെസിപ്പിയിലൂടെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എടുക്കേണ്ടത് ഒരു ഗോതമ്പ് റവയാണ്. ഞാനിത് നമ്മൾ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കുമല്ലോ, ആ ബ്രോക്കൺ വീറ്റ് റവ, അതാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഗോതമ്പ് പുട്ട് റവ, ഗോതമ്പിൻ്റെ ഈ ഉപ്പുമാവ് റവ റോസ്റ്റഡ് ആണെങ്കിലും ശരി, വീട്ടിൽ നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം കുറച്ചും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതാണ് ഉപയോഗിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് അത് ഒരു റോസ്റ്റഡ് സ്മെല്ല് വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അതിൽ ഇപ്പം ഞാൻ 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഗോതമ്പ് റവ. അതൊന്ന് ഒരു സ്പൂൺ വെള്ളം ഒഴിച്ചൊന്ന് നമുക്കൊന്ന് കുതിർക്കാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നോക്കാം, ബാക്കി ഇനി വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് വാട്ടറി ആവാൻ പാടില്ല. ഗോതമ്പ് പൊടിയുടെ കൂടെ ചേർക്കുന്ന കാരണം അതങ്ങനെ കുറച്ചൊരു ഡ്രൈ ഇതിലിരിക്കണം. എന്നാൽ റവ നല്ലതായിട്ട് കുതിരുകയും വേണം. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടി. ഇത് റോസ്റ്റഡ് ഒന്നുമല്ല. ഇത് ഒരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഞാനിത് ഗോതമ്പിൻ്റെ പുട്ട് നമ്മളിത് ഈ ചിരട്ടപ്പുട്ട് മോൾഡിൽ ചെയ്യുന്നതിൻ്റെ ഒരു അളവിലാണ് ഞാനിത് പറയുന്നത്. ഒരു മോൾഡിൽ എത്ര കൊള്ളും അതിൻ്റെ അളവാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ റവയ്ക്ക് 4 ടേബിൾ സ്പൂൺ മാവ് ഇത്ര ഇട്ട് കൊടുത്താൽ മതി. അത്രേ കൊള്ളൂ. അതാണ് ഇതിൻ്റെ പ്രപ്പോർഷൻ. അപ്പോൾ ഇത് കുറച്ച് വെള്ളം തളിച്ച് നമുക്കിത് ഒന്ന് നനച്ചെടുക്കാം. അപ്പോൾ ഞാനിതിപ്പം ഞാൻ ഈ പുട്ട് നനയ്ക്കുന്ന കൈ കൊണ്ട് തന്നെയാണ് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തത്. അതല്ല, വേറെ ഏതെങ്കിലും പാത്രത്തിൽ വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ഈ വിരലിലൊക്കെ ഇങ്ങനെ ഈ ഗോതമ്പ് മാവ് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കാതെ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതിപ്പോൾ വിരലൊക്കെ നനയുന്നത് കൊണ്ട് നമ്മുടെ വിരലിലും ഈ മാവ് ഇങ്ങനെ കുറച്ചൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക. വേറൊരു പാത്രത്തിൽ സ്പ്രിങ്കിൾ ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒന്നിൽ വെള്ളം ഒഴിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിപ്പം നമ്മളിപ്പോൾ ഡസ്റ്റ് പരുവമല്ല മാറ്റിയെടുക്കുക. ഇതിൻ്റെ ഡസ്റ്റ് എന്ന് പറയുമ്പം ഈ ഒരു വെള്ള കളർ വരുമല്ലോ, ഈ ഒരു വെള്ള കളറൊന്ന് മാറ്റിയെടുത്താൽ മാത്രം മതി. അത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ ലംസൊക്കെ നമുക്കൊന്ന് പൊടിച്ച് നല്ല ഫൈനായിട്ട് എടുക്കാൻ പറ്റും. മാവിൻ്റെ എല്ലാ ഹോൾ മാവും ഒരേപോലെ ഇരിക്കും. അപ്പോൾ കുറച്ച് പൊടിഞ്ഞും കുറച്ച് പൊടിയാതെ ഒന്നും ഇരിക്കാതെ യൂണിഫോമായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നല്ല പ്രാക്ടീസ് ഉള്ളവർക്ക് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് ഈ മിക്സിയുടെ ചെറിയ ഈ ഒരു ബ്ലെൻഡർ ജാറിലാണ് ചെയ്യുന്നത്. നമ്മൾ മറ്റേ സാധാരണ മിക്സി ആണെങ്കിൽ നമുക്ക് ആ പൾസ് ബട്ടൺ ഉണ്ടല്ലോ, അതിൽ 2 പ്രാവശ്യം ചെയ്താൽ മതി. ജസ്റ്റ് ഫോർ എ സെക്കൻഡ് അത്രേ ചെയ്യാവൂ. 2 പ്രാവശ്യം ചെയ്താൽ മതി, അത് ഉടഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഞാൻ സ്വിച്ച് ഓൺ ഓഫ് ചെയ്തിട്ട് 2 പ്രാവശ്യം ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ വെള്ളം കൂടി പോയാൽ ഇത് കുഴഞ്ഞു പോകും നമ്മളിങ്ങനെ പൊടിക്കുമ്പോൾ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, വെള്ളം കൂടാതെ പൊടിച്ചെടുക്കുക. ഇനി വെള്ളം അഥവാ കൂടിപ്പോയാൽ ഒരല്പം മാവും കൂടി ഈ ഒരു പൊടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അതൊന്ന് യൂണിഫോമായിട്ട് നമുക്ക് ഒന്ന് മിക്സായി കിട്ടും. അപ്പോൾ ഇത് നോക്കാം ഈ റവ കണ്ടീഷൻ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഈ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം. ഇപ്പോഴും അത് ഹാർഡാണെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ ചേർക്കണം. ഇപ്പോഴും നനഞ്ഞിട്ടില്ല, ഇത് കുറച്ച് ഹാർഡാണ്. അപ്പോൾ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് ഒന്നുകൂടി ഒരു 5 മിനിറ്റ് നേരത്തേക്കും കൂടി ഇതൊന്ന് വെറ്റാവാനായിട്ട് വയ്ക്കാം. ആ മാവിൽ ആ റവയിൽ വെള്ളം ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ അതിന് വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് മാവിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മളെ മാവ് റെഡിയാക്കി വെച്ചിരിക്കുന്നതിൻ്റെ കൂടെ ഇത് ചേരണം. അപ്പോൾ വെള്ളം കൂടിപ്പോയാൽ പുട്ട് ശരിയാക്കി നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടി ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. വെള്ളം കൂടിപ്പോവാതെ ആവശ്യത്തിന് മാത്രം ചേർക്കുക. അപ്പോൾ ഒരു അല്പം ടൈം കൂടുതലെടുത്താലും ഇത് മാവ് നനയുന്നതിനനുസരിച്ച് മാത്രമേ റവ നനയുന്നതിനനുസരിച്ച് മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ ഇതിനി നമുക്ക് ഇതെല്ലാം കൂടി 2 കൂടി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ മാവിൻ്റെ കട്ടയൊക്കെ ഉടച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ മാവ് കൈ കൊണ്ടൊന്നും കുഴയ്ക്കാൻ പറ്റില്ല, സ്പൂണൊക്കെ കൊണ്ട് ഇളക്കിയെടുക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇതിനി മാവിൽ കട്ട പിടിക്കാതെ വേണം ഇതൊന്ന് വളരെ ജെൻറ്റിലായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക.
ഒരു ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സ്പൂണിട്ടാണെങ്കിൽ വളരെ പതുക്കെ മാവ് ഇനി ഒരു ഉരുണ്ട് പോവാതെ, അതായത് ഇനി വീണ്ടും കട്ട ഫോം ആവാതെ നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വേണമെങ്കിൽ ഇതിൽ തേങ്ങ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം. തേങ്ങയും കൂടി ഇതിൽ മിക്സ് ചെയ്തിട്ട് ഇപ്പം ഇങ്ങനെ പുട്ട് ഇങ്ങനെ പിന്നെ നമ്മൾ ലെയറായിട്ട് തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ ഇത് ലെയറായിട്ടേ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു മാവ് സെറ്റ് ചെയ്തിരിക്കുന്ന മാവ് നമുക്കൊരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം, ഒന്ന് എല്ലാവരും ഒന്ന് മിക്സ് ആവാനായിട്ട്. അപ്പോൾ ഇത് ഇനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തേങ്ങയും കൂടെ ഇട്ടിട്ട് ഇത് മോൾഡിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ ഗോതമ്പിൻ്റെ ഇടിയപ്പവും ഗോതമ്പിൻ്റെ ഇഡ്ഡലിയും ഞാൻ ഉണ്ടാക്കി റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് നോക്കുക. അപ്പം നമ്മളെല്ലാവരും ഗോതമ്പ് കൊണ്ടുള്ള റെസിപ്പികൾ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ, ഡിന്നറിനും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിലും ഡിന്നറിനും നമ്മൾ മിക്കവാറും എല്ലാവരും ഗോതമ്പായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. മൗൾഡിലേക്ക് നമ്മളിത് നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പം നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് കടലക്കറിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ കറി ഉണ്ടെങ്കിൽ അതിലൂടെ സെർവ് ചെയ്യാം. പക്ഷേ ഞാൻ പ്രത്യേകിച്ച് ഒരു കറിയും ഈ ഒരു പുട്ടുണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാറില്ല. കാരണം ഞാനിത് ബട്ടർ കൂട്ടിയാണ് സെർവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ പഴം കൂട്ടി ചെയ്യാം, പക്ഷേ ബട്ടറാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, അൺസോൾട്ടഡ് ബട്ടർ. അപ്പം നിങ്ങൾ എടുക്കുമ്പം സോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. കാരണം രണ്ടിലും കൂടെ ഉപ്പ് കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. നേരത്തെ എടുക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുത്ത് നമ്മൾ കഴിക്കാനായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ, അപ്പോൾ ബട്ടർ ചേർത്തതിന് ശേഷം നമുക്കതിൽ കുറച്ച് ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ ശർക്കരയോ എന്തെങ്കിലും കൂട്ടി നമുക്കത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റിയാണ് അങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു പുട്ട് കലത്തിലല്ല ചെയ്യുന്നത്, ഒരു കുക്കറിലാണ് ചെയ്യുന്നത്. വെയിറ്റ് മാറ്റിയതിന് ശേഷം വെള്ളം ആവി വരുമ്പോൾ ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് മതിയാവും. എല്ലാ ദൂരത്തിൽ കൂടെയും സ്റ്റീമിങ് വന്ന് തുടങ്ങും. നമുക്കൊരു സ്മെല്ല് കിട്ടുമല്ലോ ഗോതമ്പ് പുട്ട് വെന്ത് വരുമ്പോൾ. ആ സ്മെല്ല് വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ ഈ പുട്ട് നമ്മൾ മറ്റേ നീളമുള്ള പുട്ടുകുറ്റിയിലാണ് ചെയ്യുന്നതെങ്കിൽ ഇതേ പ്രപ്പോർഷനിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. 2 സ്പൂൺ റവയും 4 സ്പൂൺ ഗോതമ്പ് പൊടിയും, അതാണ് അതിൻ്റെ ഒരു പ്രപ്പോർഷൻ. ആ പ്രപ്പോർഷനിൽ ചെയ്താൽ മാത്രമേ നമുക്കിത് നല്ല ഒരു ബാലൻസ്ഡ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ പുട്ട് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇത് ചൂടായിട്ട് തന്നെ കഴിക്കണം. ചൂട് പുട്ടിൻ്റെ പുറത്ത് ബട്ടറും കൂടെ ഇട്ട് നമുക്ക് ഉടനെ തന്നെ ഇത് സെർവ് ചെയ്യണം. എന്നാലേ ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ബട്ടർ കൂട്ടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യ് ആയാലും മതി, പക്ഷേ ബട്ടറായിരിക്കും കൂടുതൽ ടേസ്റ്റി. ബട്ടർ ഇങ്ങനെ ചീകിയിട്ട് അതിൻ്റെ പുറത്ത് അതിങ്ങനെ അലിഞ്ഞ് വരുമ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കഴിക്കാൻ. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾ അവർക്കിത് ഇഷ്ടമാവും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. എല്ലാവരും ഇവിടെ ഇപ്പോൾ ഗോതമ്പ് പുട്ട് കഴിക്കും. ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്താൽ പിന്നെ ബട്ടറൊക്കെ ഇട്ട് ചെയ്ത് കൊടുക്കും സെർവ് ചെയ്യുമ്പോൾ. ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല, പഴവും വേണ്ട, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. ഇത് കുറച്ച് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ചേർത്താൽ നമുക്കിത് ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഉച്ചയ്ക്ക് കൊടുത്ത് വിടണമെങ്കിൽ ഇതൊക്കെ ഒന്ന് പൊടിച്ചൊക്കെ ഇട്ടിട്ട് ബട്ടറൊക്കെ വെച്ചിട്ട് കൊടുത്ത് വിടാനും പറ്റും. അങ്ങനെയൊന്നും ടേസ്റ്റ് ഇല്ലാതെ ഒന്നും ഇരിക്കില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ബെല്ലൈക്കണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്